നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം രാത്രി അരങ്ങേറിയത് അതിക്രൂരമായ കൊലപാതകം. അതായത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊടും ക്രൂര കൊലപാതകമാണ് നടു റോട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. വിഴിഞ്ഞത്ത് യുവാവിനെ നടു റോഡിലിട്ട് അതിക്രൂരമായി തല്ലിക്കൊലപ്പെടുത്തി. 38-കാരനായ സുമനാണ് കൊല്ലപ്പെട്ടത്. ബാറിനകത്തുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. ബാറിലുണ്ടായ തർക്കത്തിന് പിന്നാലെ മർദ്ദനമുണ്ടാകുന്നു. ആ മർദ്ദനമേറ്റാണ് യുവാവ് മരിച്ചത്. സഹോദരങ്ങളായ അച്ചു, അനന്തു എന്നിവർ ചേർന്നാണ് സുമനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ നിലവിൽ അറസ്റ്റിലായിരിക്കുകയാണ്. മാത്രമല്ല, ഈ കൊടും ക്രൂര കൊലപാതകത്തിന്റെ അതായത് ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. തല മരവിപ്പിക്കുന്ന കാഴ്ചയാണ് ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. യുവാവിനെ മർദ്ദിക്കുന്നതും അവശനായതിനു ശേഷം ആക്രമണം തുടരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ കൊടും ക്രൂര സംഭവങ്ങൾ അരങ്ങേറിയത്. വിഴിഞ്ഞം സ്റ്റേഷൻ പരിധിയിലെ മുക്കോലയിലെ ബാറിലാണ് യുവാക്കൾ ഏറ്റുമുട്ടിയത്. ഷാൻ എന്ന ചെറുപ്പക്കാരനുമായി ദൃശ്യങ്ങളുള്ള ചെറുപ്പക്കാർ ബാറിൽ വെച്ച് തർക്കമുണ്ടായി. ഇതിൽ ഇടപെട്ടയാളാണ് കൊല്ലപ്പെട്ട സുമൻ എന്നാണ് പോലീസ് പറയുന്നത്. ബാറിൽ നിന്ന് തന്നെ സംഘം സുമനെതിരെ തിരിഞ്ഞു. ഇവർ ഇറങ്ങി പുറത്തേക്ക് ഓടിയപ്പോൾ സുമനെ പിന്തുടർന്ന് സഹോദരങ്ങളായ യുവാക്കൾ മർദ്ദിച്ചു. പക്ഷെ ഒപ്പമുണ്ടായിരുന്ന മറ്റു സുഹൃത്തുക്കൾ ദൃശ്യങ്ങൾ പകർത്തി എന്നതല്ലാതെ ആക്രമണത്തെ തടയാനോ അവരെ പിടിച്ചു മാറ്റാനോ ശ്രമിച്ചില്ല എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. അവശനിലയിലായ സുമനെ വീണ്ടും യുവാക്കൾ ആക്രമിക്കുന്നു. ഇതും പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. റോഡിലൂടെ വന്ന യാത്രക്കാരാണ് ഒടുവിൽ ഇത്തരത്തിൽ പരിക്കേറ്റ് അല്ലെങ്കിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് വഴിയിൽ കിടക്കുന്ന യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയം തന്നെ യുവാവ് മരിച്ചിരുന്നു. പ്രതികളെല്ലാം മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവാനുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രതികളെല്ലാം മദ്യലഹരിയിൽ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരത അതൊരു യുവാവിൻ്റെ ജീവൻ നഷ്ടമാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിന് തീരാ നഷ്ടമുണ്ടായിരിക്കുകയാണ്. സംഭവത്തിൽ സഹോദരങ്ങളെ കൂടാതെ 2 പേരെ കൂടിയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഒരു 38-കാരനാണ് അതിക്രൂരമായി പരിക്കേറ്റ് നടു റോഡിൽ ജീവൻ പൊലിയേണ്ടി വന്നത്. സഹോദരങ്ങളടക്കം 4 പേർ അച്ചു, അനന്തു, സൂരജിത്ത്, ലാലു കൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. ബുധനാഴ്ച രാത്രിയാണ് ഈ അതിക്രൂര കൊലപാതകം ഉണ്ടായത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ഭയാനകത ഉളവാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിഷു ആഘോഷത്തിന് ശേഷം രാത്രി 11ഓടെ അച്ചുവും സഹോദരങ്ങളും സുഹൃത്തുക്കളും ബാറിൽ മദ്യപിക്കുകയായിരുന്നു. ഈ സമയത്ത് മറ്റൊരാളുമായി തർക്കമുണ്ടായി. ഇത് പരിഹരിക്കാൻ സുമൻ ഇടപെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തുടർന്ന് സുമനെ പ്രതികൾ ബാറിലിട്ട് മർദ്ദിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ ഇറങ്ങി ഓടിയ സുമനെ റോഡിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും അവശനിലയിൽ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയുമായിരുന്നു. തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് സുമന്. അബോധ അവസ്ഥയിലായ സുമനെ വിഴിഞ്ഞം പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സുമന്റെ തലയിലും മുഖത്തും നെഞ്ചിലും ചവിട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. വീഡിയോ ചിത്രീകരിച്ച ആളിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ സഹോദരങ്ങൾ. കേസ് വന്നാലും സാരമില്ല, അവനെ ചവിട്ടട എന്ന് പ്രതികളിൽ ഒരാൾ പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസ് അന്വേഷണം തുടങ്ങി. ബാറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിക്രൂരമായാണ് യുവാവിനെ സംഘം മർദ്ദിക്കുന്നത്. നെഞ്ചിനും മുഖത്തും ആഞ്ഞു ചവിട്ടുകയും കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും തലയ്ക്ക് നിരന്തരം മർദ്ദിക്കുകയും ചെയ്തത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. റോഡിൽ കൂടി കടന്നുപോയ കാറിലെ ആളാണ് വീഡിയോ ചിത്രീകരിച്ചത്. യുവാവിന്റെ മുഖം ചതച്ചരയ്ക്കുന്നതിനിടെ വീഡിയോ ഇടറാ എന്ന് മർദ്ദിക്കുന്നവർ ഒരാൾ കൂടെ നിൽക്കുന്നവരോട് ആവശ്യപ്പെടുന്നതും കാണാം. എന്തായാലും റോഡിലൂടെ വന്ന യാത്രക്കാരാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്ക് യുവാവ് മരിച്ചിരുന്നു. പ്രതികളെല്ലാം മദ്യലഹരിയിലായിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ, എന്ത് വാക്ക് തർക്കം, എന്തൊക്കെ ചോദ്യം ചെയ്താലും ഒരു ജീവൻ നഷ്ടമായെങ്കിലും യുവാവിനെ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. മാത്രമല്ല, ഈ കൊടും ക്രൂര കൊലപാതകം നടത്തിയ യുവാക്കളെ അതിസാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത്. രാത്രി 2 മണിയോടെയാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. അതായത് കൊലപാതകത്തിന് ശേഷം പ്രതികൾ വാഹനത്തിൽ രക്ഷപ്പെടുന്നു. ഇവരുടെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി, പോലീസ് വാഹനം കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും അതിക്രൂരമായ കൊലപാതകം, ഇടിച്ചും തൊഴിച്ചും ചവിട്ടിയും ഒക്കെ ഒരു യുവാവിനെ നടു റോട്ടിൽ അർദ്ധരാത്രിയിൽ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നത് വളരെ ഭയാനകമായ വാർത്തയായി മാറിയിരിക്കുന്നു. മാത്രമല്ല, സുമന്റെ ഉറ്റവർക്കൊക്കെ ഇത് ഉൾക്കൊള്ളാവുന്നതിലും അധികം വിഷമമായി മാറിയിരിക്കുകയാണ്. എന്തായാലും തക്കതായ ശിക്ഷ കിട്ടേണ്ടതായിട്ടുണ്ട്. എന്താണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കമന്റുകളിലൂടെ ജനങ്ങൾ പറയുന്നത്,
ജയിലിൽ നല്ല സുഖ സൗകര്യങ്ങളുണ്ട്. പിന്നെ നിയമത്തെ എന്തു പേടി? നിയമത്തെ ഈ നാട്ടിൽ ആർക്കും ഒരു പേടിയുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, കേസ് വന്നാലും കുഴപ്പമില്ല, ചവിട്ടട എന്ന് ആവർത്തിച്ച് വീഡിയോയിലൂടെ ഈ കൊലപാതകികൾ പറയുന്നുണ്ട്. അതായത് കേസ് വന്നാലും ഒരു പ്രശ്നവുമില്ല, ഒരു പുത്തരിയുമില്ല, ഒരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ വളരെ ലാഘവത്തോടെ ഒരാളെ അതിക്രൂരമായി ചവിട്ടി കൊലപ്പെടുത്തുമ്പോഴും കേസ് വന്ന പുല്ലാണെന്ന രീതിയിലൊരു പ്രതികരണമാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ട് ശിക്ഷ കിട്ടേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. മറ്റൊരാൾ പറയുന്നത് കേരളത്തിൽ കൊലപാതകങ്ങൾ കൂടി വരും. കാരണം 1000 രൂപ ശമ്പളവും 3 നേരം സദ്യയും വർഷത്തിലൊരിക്കൽ 1 മാസം പരോളും കൊടുത്താൽ എല്ലാവരും ജയിലിൽ തന്നെ പോകും. കേരളത്തിലെ ജയിലുകൾ സുഖവാസ കേന്ദ്രങ്ങളായി മാറുന്നു എന്നൊരു അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് മറ്റൊരു വ്യക്തി. ഒന്നാമത് ആഭ്യന്തരം വൻ പരാജയമാണ്. അതോടൊപ്പം പാതിരാത്രി വരെ ബാർ തുറന്നു വയ്ക്കാനുള്ള അനുമതിയും കൊടുത്തു സർക്കാർ. പിന്നെ എങ്ങനെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കുമെന്ന മറുചോദ്യം ഉയരുന്നുണ്ട്. നിയമവ്യവസ്ഥ മാറാത്തിടത്തോളം കാലം ഇത് തന്നെയാകും അവസ്ഥ. ഇത്തരത്തിലുള്ള അവസ്ഥകൾ വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കും. ഇവറ്റകൾ കള്ളു കുടിച്ച് എന്ത് ചെയ്താലും കുഴപ്പമില്ല, മദ്യലഹരിയിൽ എന്ന് പറഞ്ഞ് കേസിന് ലാഘവം കുറയും എന്നതടക്കമുള്ള കമന്റുകൾ നിറയുന്നുണ്ട്. എന്തായാലും കെട്ടിറങ്ങുമ്പോൾ, മദ്യലഹരിയിൽ കൊന്നതാണ്, കെട്ടിറങ്ങുമ്പോൾ എന്താണ് പ്രതികൾക്ക് പറയാനുള്ളതെന്നാണ് ഇനി അറിയാനുള്ളത്. അതിക്രൂരമായ കൊലപാതകം, മാപ്പർഹിക്കാത്ത തെറ്റാണ് പ്രതികൾ ചെയ്തിരിക്കുന്നത്. നാട്ടിലെ നിയമവ്യവസ്ഥകൾ അല്ലെങ്കിൽ നിയമത്തെ യാതൊരു പേടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന പൊതുജന വികാരം, ഒരു പൊതുജന അഭിപ്രായം ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.